ആ ചങ്ങായിമാരെ നമുക്ക് കളീനെ കുറിച്ചിട്ടോ ഫുട്ബോൾ ടൂർണമെൻറ്റിനെ കുറിച്ചിട്ടൊന്നും ഒരു വ്യക്തതയില്ല. അപ്പോൾ നമ്മളെ ചങ്ങായിമാർ അർജൻറ്റീന ഫാനുണ്ട്, പല ഫാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു ഇന്നലത്തെ കളിയിൽ അർജൻറ്റീന, അപ്പോൾ ഒരു ഫേസ്ബുക്ക് വീഡിയോ കണ്ടിട്ടുണ്ടായിന് അർജൻറ്റീന തോക്കും. അപ്പോൾ ഇന്നലെ നമ്മളെ ഗൾഫ് പ്രവാസികളോട് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു, ഇന്നലെ അർജൻറ്റീന ജയിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആ ഗ്രൂപ്പിലാണ് ഞാൻ മെസ്സേജ് ഇട്ടത്. നമ്മളെ കാഞ്ഞങ്ങാട് ബുള്ളറ്റ് മെൻസ് ഷോറൂം എന്ന് പറഞ്ഞ ബ്രദേഴ്സിൻ്റെ, കാഞ്ഞങ്ങാട് ബ്രദേഴ്സിൻ്റെ തൊട്ടടുത്ത് ഒരു ഷോപ്പുണ്ട് നമുക്ക്, ബുള്ളറ്റ് മെൻസ് വെയർ എന്ന് പറയുന്ന തുണി ഷോപ്പ്. നമ്മളെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. റിയൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ചെരുപ്പ് കട ഫുഡ് ബ്രദേഴ്സ്, അതിൻ്റെ തൊട്ട് മേലാങ്കോട്ടേക്ക് പോകുന്ന ആ റോഡിലെ കൂടിയാണ് ബുള്ളറ്റ്. ആ ഷോപ്പിൽ നമ്മളെ കുറേ പേരുണ്ട് ഗ്രൂപ്പിൽ. അപ്പോൾ നമ്മളെ കുറച്ച് ചങ്ങായിമാർ ഗൾഫിലാണ്, പ്രവാസികൾ. അപ്പോൾ ആ പല ടീമായിട്ടും നമ്മളെ പിള്ളേർ പല ടീമിലും ഫാനാണ്. അപ്പം ഞാനൊന്നിലും ഫാനല്ല. എനിക്ക് എന്താ പറയുകയെന്ന് പറഞ്ഞാൽ കളി വലിയ പിടുത്തൊന്നുമില്ല, കളീനെ കുറിച്ച് അറിയുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രൂപ്പിലിട്ടതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ എന്താ പറയുക, നമ്മളെ നിഗമനം പറഞ്ഞതാണ്. എന്താ പറഞ്ഞാൽ 100ൽ 98-99% ഇന്നലെ അർജൻറ്റീന കൊണ്ടുപോകും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഗൾഫിൽ നിന്നൊരു ചങ്ങായി ടച്ച് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, അവർക്ക് കളിക്കാനറിയില്ല എന്നൊക്കെ. ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടോട് പറഞ്ഞു, ഇത് പിള്ളേർ കൊണ്ടുപോകും, ഇന്നലത്തെ ഗോള് പിള്ളേരടിക്കും. അപ്പോൾ എന്താ പറയുക, അപ്പം ഞാനത് പറഞ്ഞപ്പോൾ ആർക്കും ഒരു ഇതായില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളെ സുഹൃത്തുക്കൾ ഈ കളി നടക്കുന്ന തലേ ദിവസം നമ്മൾ അവിടെ ദുർഗാ സ്കൂളിൽ പോകുന്ന വഴിയിൽ രക്തേശ്വരി അമ്പലം ഉണ്ടല്ലോ, ദുർഗാ സ്കൂളിലേക്ക് പോകുന്ന ആ രക്തേശ്വരി അമ്പലത്തിനടുത്ത് തൊട്ട് കൊള്ളക്കൊരു ആ 20 ഉറുപ്പ്യൻ്റെ ചോറ്, 20 ഉറുപ്പ്യൻ്റെ ചോറ് കൊടുക്കുന്നവർ ഇപ്പോൾ ഒരു ഹോട്ടൽ, അവിടെ ദോശയൊക്കെ കഴിക്കാൻ പോയി എൻ്റെ ചങ്ങായിമാർ 4 പേര്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നാളത്തെ കളി അർജൻറ്റീന എങ്കിൽ അത് അർജൻറ്റീന കൊണ്ടുപോകും, അതിൽ യാതൊരു സംശയവുമില്ല. അർജൻറ്റീന തീർച്ചയായും കൊണ്ടുപോകും. പിന്നെ കപ്പിൻ്റെത് ഞാനങ്ങനെ പറഞ്ഞില്ല, കപ്പ് ആര് കൊണ്ടുപോകുമെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇന്നലെയാണ് അവർ കളി. പക്ഷെ എനിക്ക് കളീനെ കുറിച്ചൊന്നും അറിയില്ല. എനിക്ക് ഒരു ടീമിൽ ഞാൻ ഒരാളെ ഫാനല്ല. ചിലയാൾ അർജൻറ്റീന ഫാനാണ്, ചിലയാൾ ബ്രസീൽ, നെയ്മർ, അങ്ങനെ പല ആളുണ്ട്. എനിക്കങ്ങനെ വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ടൗണിലൊക്കെ പോയി വരുമ്പോൾ AKG ക്ലബ്ബിൽ കളി വെച്ചിട്ടുണ്ട്. AKG ക്ലബ്ബ് ഉണ്ടല്ലോ, നമ്മൾ AKG എന്നൊക്കെ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അർജൻറ്റീനയും വേറൊരു ടീമാണ്. അതായത് ടീം എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ വായിക്കാനൊന്നുമില്ല. അപ്പോൾ അവരൊന്നിട്ടു അർജൻറ്റീനക്ക്. അപ്പോൾ ഞാൻ അവിടെയിലെ കളി കാണുന്ന എൻ്റെ ഫ്രണ്ടോട് ചോദിച്ചു, അർജൻറ്റീന തോൽക്കുമോ? ഞാനിങ്ങനെ ഗൾഫിലൊക്കെ ടീമോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നാളെ മൊബൈൽ ഓഫാക്കി വെക്കേണ്ടത്, തുറക്കാൻ കഴിയില്ല എന്നൊക്കെ. ഫുള്ള് ടെൻഷനായിട്ടാണ് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ഇത് തോന്നി, ഇതെന്തായാലും അർജൻറ്റീന കൊണ്ടുപോകും. അങ്ങനെ വടകര മുക്കിലെത്തിയപ്പോഴും അർജൻറ്റീനക്ക് ഒരു ഗോൾ പോലും ഇടാൻ പറ്റില്ല. വടകര മുക്കിലെത്തിയിട്ടും അർജൻറ്റീനക്ക് ഒരു ഗോൾ ഇടാൻ പറ്റില്ല. അപ്പോൾ ആടെ ഒരു ചെറിയ പയ്യനാണ്, അർജൻറ്റീനക്ക് ഒറ്റൊരു ഫാന് മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ പയ്യൻ. അവൻ അർജൻറ്റീന ബനിയൻ. അപ്പോൾ എല്ലാവരും ആ പയ്യനെ ഒരുപാട് ആൾ ഇങ്ങനെ ക്രൂശിച്ചു, ഒരുപാട് ആൾ പറഞ്ഞു പിടിച്ചു, ഇതാക്കി നമുക്ക്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിള്ളേരോട്, നാസർ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടോട് ചോദിച്ചു, അർജൻറ്റീന അങ്ങനെ പറഞ്ഞു. അർജൻറ്റീന പോക്കൻ്റെ കാര്യം നാസർ എൻ്റെ ഫ്രണ്ട്, അർജൻറ്റീന പോക്കൻ്റെ കാര്യം. ഞാനതൊക്കെ കേട്ടുപിട്ടാണ്. ഞാനപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എന്തായാലും പോസിറ്റീവ് ആയിരിക്കുമെന്ന്.
കുളിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഞാൻ ചോദിച്ചു മൊബൈലോ, കുളിയെല്ലാം കഴിഞ്ഞ് മൊബൈൽ തുറക്കുമ്പോൾ അർജൻറ്റീന 3 ഇട്ടു. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മളെ നിഗമനം കറക്റ്റായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു അർജൻറ്റീന ഇന്നലെ ജയിക്കും. 90 100ൽ 98 99% അർജൻറ്റീനക്കാണ് കാണുന്നത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്നലെ എനിക്ക് ചെറിയ പനിയും ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ എന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.